10ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം വേറെ വേറെ തന്നെയായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ശാഖ അടങ്ങിയ ആൽക്കൈനുകളുടെ നാമകരണമാണ് അല്ലെ. ഇനി പറയുന്നത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കൈനുകളുടെ നാമകരണമാണ്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ചസ് ഉള്ള ആൽക്കൈനുകളുടെ നാമകരണം. ഓക്കെ, കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്? ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസന്റ്, അതായത് ഒന്നിലധികം ശാഖകൾ ഉള്ളപ്പോൾ സെലക്ട് ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ തിരഞ്ഞെടുക്കുക. എന്താണ്? ഒന്നിലധികം ശാഖകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നീളം കൂടിയ ചെയിൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ കണ്ടോ നീളം കൂടിയ ചെയിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ശാഖകളുള്ള കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ ഇടത്തു നിന്ന് വലത്തോട്ടോ വലത്തു നിന്ന് ഇടത്തോട്ടോ നമ്പർ ചെയ്യണം. ഓക്കെ, എന്താണ്? നമ്പർ ദ കാർബൺ ആറ്റംസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ്, ഏത് വേയിലാണ്? ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റംസ് വിത്ത് ബ്രാഞ്ചസ് ഉള്ള കാർബൺ ആറ്റംസ് ഗെറ്റ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിലാണ് നമ്പർ കൊടുക്കേണ്ടത്. ഇതില് ഈ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടാൽ 1 2 3 4 5 6 എവിടെയൊക്കെയാണ് ശാഖകൾ വരുന്നത്? 2 വരുന്നുണ്ട്, പിന്നെ 4 വരുന്നുണ്ട് അല്ലെ. റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്താലോ 1 2 3 4 5 6 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. കണ്ടോ ബ്രാഞ്ചസ് വരുന്നത്. ഓക്കെ, ഇതിൽ ശരിയായി നമ്പർ ചെയ്ത രീതി ഇടത്തു നിന്ന് വലത്തോട്ടാണ്. കാരണം അപ്പോഴാണല്ലോ ഇവിടെ നോക്കിക്കോളൂ. അപ്പൊ ശാഖകൾക്ക് ഏതൊക്കെ നമ്പറാണ് കിട്ടുന്നത്? 2 4 അല്ലെ. 2 4 എന്നീ സ്ഥാനസംഖ്യകളിലാണ് ശാഖകൾ വരുന്നത്. ഇതിനൊരു റൂള് പറയാറുണ്ട് പൊതുവെ. നോക്കുക, നമ്മൾ ഇങ്ങനെ ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടാൽ ശാഖകൾ അടങ്ങിയ കാർബൺ ആറ്റം 2ലും 4ലും അല്ലേ ഉള്ളത്. അതിന്റെ സമയത്തിലാണ് 2 + 4 എത്രയാണ്? 6 അല്ലെ. ഇനി വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ടാൽ 3ലും 5ലും ആണല്ലോ ബ്രാഞ്ചസ് ഉള്ളത്. അപ്പൊ 3 + 5 = 8. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നത് ഏതിലാണ്? 2 4 എന്നീ നമ്പർ എടുക്കുമ്പോഴാണല്ലേ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഏത് മീഡിയ എന്ന് വെച്ചാൽ അങ്ങനെ സൂം ചെയ്തിട്ട് കണ്ടോളൂ. ഓക്കെ, 2 4 6 ടോട്ടൽ 6 കിട്ടി. അപ്പൊ അങ്ങനെ ഒരു വേര് നമുക്ക് നമ്പർ ചെയ്യാം ഇടത്തു നിന്ന് വലത്തോട്ട്. പക്ഷെ ഈ ഒരു റൂള് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ പഠിക്കണമെന്നില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ പഠിക്കാം. ശരിയായി നമ്പർ ചെയ്ത രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇടത്തു നിന്ന് വലത്തോട്ടാണെന്നാണ്. ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ നോക്കുക, എത്രയാണ്? 2 ആണ്. ആദ്യത്തെ സ്ഥാനസംഖ്യ 2 ആണ് ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടാൽ. ഓക്കെ, കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് 2 ആണ് അല്ലെ. ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ 2 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതേസമയം നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് ഏതിലാണ് വരുന്നത്? 3ലാണ് വരുന്നത്. നോക്കിക്കോളൂ, 3ലല്ലേ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്, 3ലല്ലേ വരുന്നത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് നമ്പർ ഇട്ടതെങ്കിൽ നമുക്ക് എന്താണ് പറഞ്ഞ കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കണം. അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ഇടാം. അപ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് 2 ആയിട്ട് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ശാഖയുടെ സ്ഥാനസംഖ്യയോ ഇത് 2 ആകുമ്പോൾ 3 4 അല്ലെ. നാലാമത്തേതിലുണ്ട്. നാലാമത്തേതാണ് രണ്ടാമത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ. സോ ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ 2 4. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് 2, 4. ഓക്കെ, ഇനി പറഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. If the same branch appears more than once in a carbon chain, എന്താണ്? ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം തവണ വന്നാൽ അല്ലെ, അങ്ങനെ അപ്പിയർ ചെയ്താൽ the number of branches is to be indicated using prefixes like di, tri, tetra, etc. എന്താണ്? ശാഖകളുടെ എണ്ണം സൂചിപ്പിക്കാൻ ഡൈ, അതായത് 2 എണ്ണം ഉണ്ടാകുമ്പോൾ ഡൈ, ട്രൈ 3 എണ്ണം ഉണ്ടാകുമ്പോൾ ട്രൈ, 4 ശാഖകൾ ഉണ്ടെങ്കിലോ ടെട്രാ എന്നിങ്ങനെ തുടങ്ങിയ പ്രത്യയങ്ങൾ ശാഖയുടെ പേരിന് മുന്നിൽ ചേർക്കണം, പ്രിഫിക്സസ് ആയിട്ട് ചേർക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുക്കുമ്പോൾ അത് വായിക്കും, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, കൂടെ സ്ഥാനസംഖ്യകൾ കോമ ഉപയോഗിച്ച് വേർതിരിച്ചു ചേർക്കണം. എന്താണ്? പൊസിഷൻ നമ്പേഴ്സ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഇപ്പോൾ 2 4 എന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവ കോമ കൊണ്ട് വേർതിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. Let's examine how to assign the IUPAC name to the compound given below.
ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തത്തിന് IUPAC നാമം നൽകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. നോക്കുക. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഇതാണ് മുഖ്യ ചെയിൻ അല്ലേ? ഇത് മുഖ്യ ചെയിൻ. 7 കാർബൺ ആറ്റങ്ങളുണ്ട്. സോ 7. ശാഖകളുടെ എണ്ണം, എത്ര ശാഖകളുണ്ട്? ഒരു ശാഖ ഇവിടെ, ഇവിടെ ഒരു ശാഖ. അപ്പൊ എത്ര ശാഖകൾ? 2 ശാഖകൾ അല്ലെ? ഒരേ ശാഖ തന്നെ ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്. അതിലെ മേലെ പറഞ്ഞത് ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം തവണ വന്നാൽ എന്നൊരു കാര്യമാണ് അല്ലെ? ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ചെയിൻ എന്നാണ് അല്ലെ? ഈ ശാഖകളുടെ പേരെന്താണ്? മീഥൈൽ ആണ് അല്ലെ? മീഥൈൽ. ശാഖകളുടെ പേര് മീഥൈൽ ആണ്. 2 മീഥൈൽ ബ്രാഞ്ചസ് ഉണ്ട്. ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ 3 ആണ് അല്ലെ? 3. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3. വലത്തു നിന്ന് ഇടത്തോട്ടാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? 2 ആണ്. ഓക്കെ. പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. വലത്തു നിന്ന് ഇടത്തോട്ടാണെങ്കിൽ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ് കിട്ടുന്നത്. 2. അപ്പൊ എപ്പോഴാണ് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോഴാണ് അല്ലെ? അതാണ് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോഴാണ് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത്. ശരിയായി നമ്പർ ചെയ്ത രീതി വലത്തു നിന്ന് ഇടത്തോട്ടാണ്. ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകളോ അല്ലെ? നമ്മൾ വലത്തു നിന്ന് ഇടത്തോട്ട് എണ്ണണം. അപ്പോൾ ശാഖകളുടെ സ്ഥാനസംഖ്യകൾ 2, 5 എന്നിങ്ങനെ കിട്ടും അല്ലെ? ഇനി നമുക്ക് നെയിം കൊടുക്കാം. IUPAC നെയിം. 2, 5 എന്നീ സ്ഥാനസംഖ്യകളിൽ നമ്മളൊരു ഹൈഫൺ ഇടണം അല്ലെ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കവും അക്ഷരവും വരുമ്പോൾ അതിനെ ഒരു ഹൈഫൺ കൊണ്ട് വേർതിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡൈ മീഥൈൽ അല്ലെ? 2 മീഥൈൽ. ചെയിനിൽ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 7. അപ്പൊ ഹെപ്റ്റ് എന്ന വേർഡ് റൂട്ട് അല്ലെ? ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ ചെയിനിൽ 2, 5 എന്നീ സ്ഥാനസംഖ്യകളിൽ 2 മീഥൈൽ ബ്രാഞ്ചസ് ഉണ്ട്. അതാണ് അങ്ങനെ പേര് കൊടുത്തത്, ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. ഒരു ഹൈഡ്രോ കാർബണിന്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നാമം എഴുതൂ. നോക്കാം. ഇവിടെ നമ്മൾ ഇടത്തു നിന്ന് മെയിൻ ബ്രാഞ്ച് നോക്കി അല്ലെ? 5 കാർബൺ ആറ്റങ്ങളുണ്ട് മെയിൻ ബ്രാഞ്ചിൽ അല്ലെ? നമ്മൾ ഈ ഒരു ബ്രാഞ്ച് നോക്കി, നമ്മൾ ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൺസിഡർ ചെയ്യുന്ന ചോദിച്ചോ, ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന ചോദിച്ചോ, അപ്പോഴും 1, 2, 3, 4, 5 പരമാവധി 5 കാർബൺ ആറ്റങ്ങൾ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ മെയിൻ ബ്രാഞ്ച് ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇനി ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടാലും വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ടാലും ഇവയ്ക്ക് ലഭിക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിപ്പോ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2, 4 എന്നീ സ്ഥാനസംഖ്യകളിലാണ്, പൊസിഷനുകളിലാണ് ബ്രാഞ്ചസ് ഉള്ളത് അല്ലെ? നമ്മൾ വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ട് നോക്കിക്കോളൂ. അപ്പോഴും ഇവിടെ 2 കിട്ടും. 1, 2, 2, 3, 4. അതായത് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ടാലും ഇവിടെ 2, 4 എന്നീ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഇടാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടു. അപ്പൊ 2, 4 എന്നീ സ്ഥാനസംഖ്യകളിൽ 2, 4 ഒരു ഹൈഫൻ ഇട്ടു. പിന്നെ ഡൈമീഥൈൽ അല്ലെ? 2 ഡൈമീഥൈൽ, 2 മീഥൈൽ ബ്രാഞ്ചസ്. പെന്റെയിൻ ചെയിൻ അല്ലെ? 5 കാർബൺ. അപ്പൊ പെന്റെയിൻ. ഓക്കെ, 2, 4 ഡൈമീഥൈൽ പെന്റെയിൻ. അടുത്ത നിയമം എന്താണ്? നീളം കൂടിയ കാർബൺ ചെയിനിന് ഇടത്തു നിന്ന് വലത്തോട്ടോ വലത്തു നിന്ന് ഇടത്തോട്ടോ നമ്പർ ചെയ്യുക. ആദ്യ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് 2 ദിശയിലും ഒരേ സ്ഥാനസംഖ്യ വരുന്നുവെങ്കിൽ രണ്ടാമത്തെ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക രീതിയിൽ നമ്പർ നൽകണം. ഓക്കെ, ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഈസ് നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ if the carbon atom containing the first branch, ആ ഫസ്റ്റ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് gets the same position number when numbered from either side, 2 രീതിയിൽ എണ്ണിയാലും ഒരേ പൊസിഷൻ നമ്പർ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കണം. then the numbering should be done in such a way that, ആ ഒരു രീതിയിൽ ചെയ്യണം. ഏത് വേ ആണ്? that the carbon atom containing the second branch, എന്താ സെക്കൻഡ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് gets a lower position number, കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 6 ആണ് അല്ലെ? 6. ശാഖകളുടെ എണ്ണം 3 ശാഖകളുണ്ട് അല്ലെ? 1, ഇവിടെ 2, പിന്നെ ഇവിടെ 3 എണ്ണം ഉണ്ട്.
ശാഖകളുടെ പേരെന്താണ്? മീഥൈൽ. നെയിം ഓഫ് ബ്രാഞ്ചസ് മീഥൈൽ. ഇനി നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടിട്ടുണ്ട് അല്ലെ, മുകളിൽ കണ്ടോ. അപ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്രയാണ്? 2. ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്തിട്ടുണ്ട്, അടിയിൽ നോക്കിക്കോളൂ, 1 2 3 4 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എന്താണ്? അപ്പോഴും 2 ആണ്. ഓക്കെ, കണ്ടോ 2 അല്ലെ. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ ചെയ്താൽ ഫസ്റ്റ് ബ്രാഞ്ച് 2 വരും. ഇനി അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്താൽ 1 2 അല്ലെ, രണ്ടാമത്തതിൽ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ബ്രാഞ്ച് വരും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ബ്രാഞ്ച് രണ്ടാമത്തേതിൽ 2 2 1 അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യണം, ഫസ്റ്റ് ബ്രാഞ്ചിനെ 2 രീതിയിൽ എണ്ണിയാലും ഒരേ നമ്പർ കിട്ടി അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കണം. രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ്? വെൻ ഡസ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് എ ലോവർ പൊസിഷൻ നമ്പർ. അതേതാണ്? നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കാം. 1 2 ഇവിടെ രണ്ടാമത്തെ ബ്രാഞ്ച്, അതായത് 4 കിട്ടി. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നോക്കാം. അപ്പോൾ രണ്ടാമത്തേന് ലഭിക്കുന്ന എത്രയാണ്? 3. 3 ആണോ ചെറുത്, 4 ആണോ? 3 അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പർ ചെയ്യേണ്ടത്. അതുകൊണ്ട് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുക, അതിന് ടിക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ടിട്ട് ആ പൊസിഷൻ നമ്പർ എന്തൊക്കെ കിട്ടും? 2, 3, 5 ആണ്. ഇനി പേര് നോക്കാം. IUPAC നാമം 2, 3, 5 ആണ് സ്ഥാനസംഖ്യ. ഹൈഫൻ ഇട്ടു. ട്രൈ മീഥൈൽ അല്ലെ, 3 മീഥൈൽ ബ്രാഞ്ചസ്. ഹെക്സ് അല്ലെ, 6 ആണ് പറഞ്ഞിട്ടുള്ളത് മെയിൻ ബ്രാഞ്ചിൽ. സോറി, മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങളാണ്. അതുകൊണ്ട് ഹെക്സെയിൻ എന്ന് തോന്നുന്നു അല്ലെ. പറഞ്ഞിട്ടുള്ളത് ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ഇനം ശാഖകൾ ഒന്നിലധികം വന്നാൽ അവയുടെ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതണം. എന്താണ്? ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ് their പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. അതായത് ഒരു കാർബൺ ആറ്റത്തിൽ ഒരേപോലുള്ള അല്ലെ ഒരേ ഇനം ശാഖകൾ ഒന്നിലധികം പ്രാവശ്യം വന്നാൽ, ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ഒരേപോലുള്ള ബ്രാഞ്ചസ് their പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. 2 പ്രാവശ്യം പൊസിഷൻ നമ്പർ എഴുതണം. ഇവിടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 3 അല്ലെ, 3 കാർബൺ ആറ്റങ്ങളുണ്ട്. നമ്പർ എടുക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടു. 1 2 3. 2 എന്ന പൊസിഷൻ നമ്പറിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, 2 മീഥൈൽ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, മെയിൻ ബ്രാഞ്ച് അല്ല, മെയിൻ ചെയിൻ എടുത്തു. അതിൽ രണ്ടാമത്തെ പൊസിഷൻ നമ്പറിൽ ഒരേപോലുള്ള, അതായത് 2 മീഥൈലാണ്, 2 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ആ സ്ഥാനസംഖ്യകൾ 2 പ്രാവശ്യം എഴുതണം. നോക്കാം, അടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 അല്ലെ, 3 1 2 3. ശാഖകളുടെ എണ്ണം 2 അല്ലെ, ഇവിടെ മുകളിൽ 1 കൊടുത്തിട്ടുണ്ട്, താഴെ 1 കൊടുത്തിട്ടുണ്ട്, 2. ശാഖകളുടെ പേരെന്താണ്? മീഥൈൽ. നെയിം ഓഫ് ബ്രാഞ്ചസ് മീഥൈൽ. സ്ഥാനസംഖ്യകൾ 2, 2 മനസ്സിലായില്ലേ? അതായത് ഒരേ സ്ഥാനസംഖ്യയിൽ 2 വന്നാൽ സ്ഥാനസംഖ്യകൾ 2 തവണ എഴുതണം. 2, 2 2 പ്രാവശ്യം എഴുതി. ഇനി IUPAC നെയിം നോക്കാം. 2, 2 ഹൈഫൻ ഡൈമീഥൈൽ, 2 മീഥൈൽ ഉണ്ട്. പ്രൊപ്പെയിൻ ആണ് മെയിൻ ചെയിൻ അല്ലെ. പ്രൊപ്പെയിൻ ചെയിനിൽ 2, 2 അല്ലെ, ഒരേ സ്ഥാനസംഖ്യ 2 പ്രാവശ്യം എഴുതി. ഡൈമീഥൈൽ. ഓക്കെ, നൗ ഇത്ര നേരം പഠിച്ചത് എന്താണ്? ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ പേര് എഴുതാനാണ്. ഇനി പേര് തന്നിട്ട് ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എഴുതാൻ കഴിയുമോ നോക്കാം, വരക്കാൻ കഴിയുമോ നോക്കാം. ഇനി ഒരു സംയുക്തത്തിന്റെ IUPAC നാമം തന്നാൽ ഘടനാവാക്യം എഴുതുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. Now let's see how to write the structure formula of a compound if its IUPAC name is given. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം 2, 3 ഡൈമീഥൈൽ പെൻറ്റീൻ. ഓക്കെ, എന്ന സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതണം. ആദ്യം നോക്കാം, ഇതിന്റെ മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇസ് മെയിൻ ചെയിൻ? പെൻറ്റെയിൻ എന്നാണ് ലാസ്റ്റ് ഉള്ളത് അല്ലെ. പെൻഡെ എന്ന് പറഞ്ഞാൽ 5 സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മുഖ്യ ചെയിനിൽ 5 കാർബൺ ആറ്റം, 5. മെയിൻ ചെയിൻ നമുക്കൊന്ന് ഇങ്ങനെ വരക്കാം. കണ്ടോ, CC അങ്ങനെ വരച്ചു. മെയിൻ ചെയിൻ ഈ ഒരു രീതിയിൽ വരച്ചു. ഓക്കെ, 5 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ സിംഗിൾ ബോണ്ട് കൊണ്ട് യോജിപ്പിച്ച് വരച്ചു. ശാഖകൾ ഏതൊക്കെയാണ്? മീഥൈൽ ശാഖകളാണ് അല്ലെ. നോക്കിക്കോളൂ, ഡൈമീഥൈൽ എന്നാണ് പേരുള്ളത്. അപ്പൊ 2 മീഥൈൽ ശാഖകൾ, മീഥൈൽ ബ്രാഞ്ചസ്, മീഥൈൽ ശാഖകൾ. അവയുടെ പൊസിഷൻ നമ്പർ ഏതൊക്കെയാണ്? 2, 3 മുമ്പിൽ കൊടുത്തിട്ടുണ്ട്, 2, 3 ആണ്. ഇനി ഈ സ്ഥാനസംഖ്യകളിൽ മീഥൈൽ ശാഖകൾ നമുക്ക് വരച്ചു ചേർക്കാം അല്ലെ. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ വരച്ചു. ഇനി 2, 3 എന്നീ പൊസിഷനുകളിൽ 2 മീഥൈൽ ബ്രാഞ്ചസിന് നമ്മൾ ഇങ്ങനെ വരച്ചു ചേർത്തു.
ഓക്കെ, ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ് ടു ദ മെയിൻ ചെയിൻ. നമ്മൾ അറ്റാച്ച് ചെയ്തു, ബ്രാഞ്ചസിനെ അറ്റാച്ച് ചെയ്തു, ഇങ്ങനെ ഈ സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്തു. ഇനി നോക്കിക്കോ, ഇനി കാർബണിന്റെ അവശേഷിക്കുന്ന സംയോജകതകളെ ഹൈഡ്രജൻ ആറ്റങ്ങൾ നൽകി പൂർത്തീകരിക്കും. അല്ലെ, ഇവിടെ സി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെ നമ്മൾ ചെയ്യണം ഹൈഡ്രജൻ കൂടെ എഴുതാണ്ടല്ലോ. അപ്പൊ കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ഫില്ലിംഗ് അപ്പ് ഓൾ വാലൻസീസ് ഓഫ് കാർബൺ ആറ്റംസ് വിത്ത് ഹൈഡ്രജൻ. ഒരു കാർബൺ ആറ്റത്തിന് വാലൻസി എത്രയാണ്? 4 അല്ലേ, അതായത് 4 ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒരു ബോണ്ട് മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഇനി 3 ബോണ്ട് കൂടി ആക്കാൻ കഴിയും. അല്ലെ, 1 2 3, അങ്ങനെ 3 ബോണ്ട് കൂടി ആക്കാൻ കഴിയും. അപ്പൊ ഈ ഓരോ ബോണ്ടിലും ഓരോ ഹൈഡ്രജൻ ആണ് ബോണ്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, H3 എന്ന് എഴുതാം. അങ്ങനെ ഇവിടെ H3 എന്ന് എഴുതി, അല്ലെ, 3 H ആയിട്ട് ബോണ്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കാം, രണ്ടാമത്തെ കാർബൺ നോക്കിക്കോളൂ, ഇവിടെ ഒരു ബോണ്ട് ഇങ്ങോട്ട് പോയി, ഒരു ബോണ്ട്, 2 ബോണ്ട്, താഴോട്ട് 3 ബോണ്ടായി. ഇനി 1 മാത്രമല്ലേ അവശേഷിക്കുന്നുള്ളൂ, അപ്പൊ അവിടെ നമ്മൾ ഒരു ഹൈഡ്രജൻ കൊടുത്തു, ഇപ്പൊ 4 ആയില്ലേ. ഇനി മൂന്നാമത്തെ കാർബൺ നോക്ക്, ഇവിടെ 1 2 3 എണ്ണായി, ഇനി 1 കൂടി വേണമല്ലോ, അതുകൊണ്ട് ഒരു H കൂടെ കൊടുത്തു. ഇനി നാലാമത്തെ കാർബൺ, ഒരു ബോണ്ട്, 2 ബോണ്ട്, ഇനി 2 ബോണ്ട് കൂടിയില്ലേ, അതുകൊണ്ട് നമ്മൾ 2 H കൊടുത്തു, H2. അവസാനത്തെ എടുത്താൽ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ, ഇനി 3 എണ്ണം വേണ്ടേ, 1 2 3, അതുകൊണ്ട് 3 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സംയോജകതകളെ ഹൈഡ്രജൻ ആറ്റം നൽകി പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ഫില്ലിംഗ് അപ്പ് ഓൾ വാലൻസീസ്, കാർബൺ ആറ്റത്തിന് എല്ലാ വാലൻസീസും ഓഫ് കാർബൺ ആറ്റംസ് വിത്ത് ഹൈഡ്രജൻ, ഹൈഡ്രജൻ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ അവസാനമായിട്ട് ഇങ്ങനെ വരച്ചു. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു നെയിം കിട്ടിയാൽ അതിന്റെ ഫിഗർ വരക്കാം. ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. അല്ലെ, ഇതിന്റെ ഘടനാവാക്യം എഴുതുക, 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. എങ്ങനെ, നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഹെപ്റ്റെയ്ൻ ആണ്, അല്ലെ, അതുകൊണ്ട് 7 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ നമ്മൾ സിംഗിൾ ബോണ്ട് കൊണ്ട് ഇങ്ങനെ വരച്ചു. ഇനിയോ 2,4 എന്നീ പൊസിഷനുകളിൽ 2 മീഥൈൽ ബ്രാഞ്ചസ് കൊടുക്കണം. അല്ലെ, അപ്പൊ 2-ൽ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്മൾ നമ്പർ ഇട്ടു, എന്നിട്ട് 1 2 2-ൽ നമ്മളൊരു മീഥൈൽ ബ്രാഞ്ച് കൊടുത്തു, പിന്നെ 3 4 4-ൽ നമ്മളൊരു മീഥൈൽ ബ്രാഞ്ച് കൊടുത്തു. ഇനിയോ ഈ ഓരോ സിയിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ ഒരു ബോണ്ടായി, ഫസ്റ്റ് കാർബൺ നോക്കും, ഒരു ബോണ്ടായി, ഇനി 3 ബോണ്ട് കൂടി വേണമല്ലോ, 4 ആണല്ലോ അതിന്റെ വാലൻസി, അപ്പം ഇനി 3 ബോണ്ട് കൂടി വേണം, അതുകൊണ്ട് നമ്മൾ 3 ഹൈഡ്രജൻ എഴുതി. 3 ഹൈഡ്രജനുമായിട്ട് ഇനി കാർബൺ ബോണ്ടിൽ ഏർപ്പെടുന്നു, അതുകൊണ്ട് H3 കൊടുത്തു. രണ്ടാമത്തെ കാർബൺ നോക്കിയാൽ 1 2 3 ബോണ്ട് ഓൾറെഡി ആയി, ഇനി ഒരു ബോണ്ട് കൂടിയാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഒരു H കൊടുത്തു. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യണം. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ എന്നാണ്. ഇത് നോക്കാം. ആദ്യം സംയുക്തം കൊടുത്തിട്ടുണ്ട്, പേര് കൊടുക്കണം. അല്ലെ, 1 2 മെയിൻ ചെയിൻ 1 2 3 4 5 6 6 കാർബൺ ആറ്റങ്ങൾ, അതുകൊണ്ട് ഹെക്സ് എന്ന് പേരും. അല്ലെ, ഹെക്സൈൻ അത് ലാസ്റ്റ് വരും. ഇനി നമ്പർ എടുക്കാം, ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ഇട്ടാൽ ഇത് 2 3 4, ഇവിടെ 4 നമ്പർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ഇട്ടാലോ, 1 2 3 എന്ന നമ്പറാണ് കിട്ടുന്നത്, ഇവിടെ 4 5 എന്ന നമ്പറും കിട്ടും. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഏതാണ്, ഈ 3 5 എന്നെടുക്കുന്നതിനേക്കാൾ നല്ലത് 2 4 എന്നെടുക്കുന്നതാണ്, അതാണ് ശരി. അതുകൊണ്ട് നമ്മൾ 2 4. ബ്രാഞ്ചസ് ഏതാണ്, മീഥൈൽ ബ്രാഞ്ചസ് ആണ്, 2 എണ്ണം, അതുകൊണ്ട് ഡൈമീഥൈൽ ഹെക്സൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഒന്നാമത്തെ. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ പേര് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സംയുക്തം, അതിന്റെ സ്ട്രക്ചർ വരക്കണം. 2,2, 3 ട്രൈമീഥൈൽ പെന്റെയ്ൻ. പെന്റെയ്ൻ ആണ്, അല്ലെ, പെന്റെയ്ൻ. അതുകൊണ്ട് ആദ്യം നമ്മൾ 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് 2,2, 3 ആണ്, അതായത് 2-ൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 മീഥൈൽ ബ്രാഞ്ചസ് 2-ൽ കൊടുത്തു, ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടും വരച്ചു. പിന്നെ 3-ലുണ്ട്, അതുകൊണ്ട് 3-ലും നമ്മൾ വരച്ചു. പിന്നെ നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ട് കുറച്ച് മേലെ പറഞ്ഞിട്ട്, അല്ലെ, ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി മൂന്നാമത്തെ നോക്കാം, ഇത് നോക്കാം മൂന്നാമത്തെ. ഓക്കെ, മൂന്നാമത്തെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വരച്ചിട്ടുണ്ട്. 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ ആണ്. ആദ്യം നമ്മൾ ഹെക്സൈൻ 6 കാർബൺ ആറ്റം കൊടുത്തു. അല്ലെ, ഇങ്ങനെ വരച്ചു, 1 2 3 4 5 6 ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 നമ്പർ ഇട്ടു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഡൈ ഈഥൈൽ 2 ഈഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്, അതുകൊണ്ട്
1 2 3 ഇതല്ലേ 3 3,3 അതായത് 3ൽ തന്നെയാണ് രണ്ടും, അതുകൊണ്ടാണ് 3,3 വന്നത്. അതുകൊണ്ട് ഒരു ഈഥയിൽ നമുക്ക് മുകളിലോട്ട് വരക്കാം, ഒരു ഈഥയിൽ താഴോട്ടും വരക്കാം അല്ലെ. ഒരു ബ്രാഞ്ച് ഈഥയിൽ എന്ന് പറഞ്ഞാൽ അത് 2 കാർബൺ ആറ്റം ഉണ്ടാവില്ല ബ്രാഞ്ചിൽ, അതുകൊണ്ട് ഒരു ബ്രാഞ്ച് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് വരച്ചു 3ൽ, പിന്നെ ഒന്ന് താഴോട്ട് വരച്ചു. ഞാനിവിടെ താഴെ സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെരിച്ച് വരച്ചു. ഓക്കെ, ഇങ്ങനെ ചെരിച്ച് വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി അവസാനത്തെ നോക്കാം. ഇവിടെ മെയിൻ ബ്രാഞ്ച് ഏതാണ്? ഇതാണോ മെയിൻ ബ്രാഞ്ച്? നോക്കിക്കോളൂ, ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4 ഉള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ ഈ ഒരു രീതിയിൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 കിട്ടും. അപ്പൊ നമ്മൾ മെയിൻ ബ്രാഞ്ച് എങ്ങനെ നോക്കണം? ഈ ഒരു രീതിയിലാണ് നമ്മൾ മെയിൻ ബ്രാഞ്ച് നോക്കേണ്ടത്. ഓക്കെ, നമ്പർ ഇടാം. 1 2 3, ഇത് 3 എന്ന നമ്പർ കിട്ടും. നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടത്തേക്ക് നമ്പർ ഇട്ടാലോ? 1 2 3, അപ്പോഴും 3 എന്ന നമ്പറാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് നമ്പർ ഇടാം. നമുക്ക് ഈ ഒരു രീതിയിൽ നമ്പർ ഇടാം, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നമ്പർ ഇടാം. ഓക്കെ, ഇങ്ങനെ നമ്പർ ഇട്ടാൽ 3ൽ 2 മീഥൈൽ ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ, അതുകൊണ്ട് 3,3 രണ്ട് പ്രാവശ്യം എഴുതി. ഡൈമീഥൈൽ, പിന്നെ 1 2 3 4 5, മെയിൻ ബ്രാഞ്ചിൽ 5 ആണ് കാർബൺ ആറ്റങ്ങൾ, അതുകൊണ്ട് പെന്റെയിൻ എന്ന് വരും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.